നാലുകെട്ട് എം.ടി. വാസുദേവൻ നായർ ഭാഗം 12. മാളുവോ? മാളു അടുക്കളയിൽ എത്തിക്കഴിഞ്ഞിരുന്നു. അവൾ മടങ്ങി വന്നു. എന്തേ അച്ചമ്മ? ഏട്ടൻ്റെ അമ്മ എവിടെയാടി? ഏട്ടൻ്റെ അമ്മയും തങ്കേടത്തെയും കുളത്തിലാ. അവർ പതുക്കി എഴുന്നേറ്റു. നീ എൻ്റെ കൂടെ വന്നാ? നോക്ക്, ആ തൊടിയിലൊന്ന് പോവാ. അപ്പുണ്ണിയെ കാണാനാണെന്ന് പറയാൻ മടിയുണ്ടായിരുന്നു. ഒതുക്കെ ഇറങ്ങാൻ വയ്ക്കൂ അച്ചമ്മ. അതൊക്കെ വയ്ക്കടി. മാളുവിൻ്റെ സഹായത്തോടെ പതുക്കെ പതുക്കെ ഒതുക്കിയിറങ്ങി. തൈക്കുഴികൾക്കിടയിലൂടെ നടക്കാൻ ഇത്തിരി പ്രയാസമുണ്ട്. കണ്ണ് കുറച്ച് മങ്ങിയിരിക്കുന്നു. അതിരിനടുത്ത് ചെന്നു നിന്നു. മാളു പാടത്തിൻ്റെ മറുകരയിലോളം കണ്ണയച്ചു. ആരെയും കാണുന്നില്ല. കുറച്ചു നേരം നിന്നപ്പോൾ തെക്ക് കൊള്ളി കുത്തിയതിനപ്പുറത്തെ കടായ്ക്കടുത്ത് ഒരു വെളുപ്പ് കണ്ടു. കുറേ അടുത്തെത്തിയപ്പോൾ മാളു പറഞ്ഞു, അതാ അപ്പുണ്ണിയേട്ടൻ. പക്ഷേ അപ്പുണ്ണി വേലിക്കടുത്തുള്ള വഴിയിലൂടെ വരാതെ പാടത്തിൻ്റെ നടുവിലെ വരമ്പിലൂടെയാണ് നടക്കുന്നത്. ഇങ്ങോട്ട് വിളിക്കടി, അമ്മമ്മ അവിടെ നിൽക്കണുണ്ടെന്ന് പറ. അവർ ധൃതി കൂട്ടി. അവിടെ നിന്ന് വിളിച്ചാൽ അപ്പുണ്ണിയേട്ടൻ കേട്ടില്ലെങ്കിലോ? അവൾ വേലി പൊളിഞ്ഞിടത്ത് ഇറങ്ങി വരമ്പത്തേക്ക് ഓടി. അപ്പുണ്ണി വിയർപ്പിൽ കുളിച്ച് പുസ്തകക്കെട്ട് കക്ഷത്തിലിടുക്കി മുണ്ടുമടക്കി കുത്തി പതുക്കെ പതുക്കെ നടന്നു വരികയാണ്. ചെന്ന പാടെ അവൾ ധൃതിയിൽ പറഞ്ഞു, അപ്പുണ്ണിയേട്ടനെ വിളിക്കണോ? നിൽക്കാതെ തന്നെ അവൻ ചോദിച്ചു, ആര്? അച്ചമ്മ ആ വരമ്പിലുണ്ട്. ഞാൻ എങ്ങോട്ടുമില്ല. അച്ചമ്മ പറഞ്ഞിട്ടാ. അതാ അച്ചമ്മ നിൽക്കണോ? ഞാൻ എങ്ങോട്ടുമില്ല എന്ന് പറഞ്ഞില്ലേ? അവൻ്റെ നടത്തത്തിന് വേഗം കൂടി. അവൾ നിരാശതയോടെ തിരിച്ചു പോന്നു. അടുത്തെത്തിയപ്പോൾ അച്ചമ്മ വിളിച്ചു ചോദിച്ചു, എവിടെടി? വരാൻ കൂട്ടാക്കിയില്ല അച്ചമ്മേ. ഞാൻ വിളിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടാവില്ലേ പെണ്ണ്? അച്ചമ്മ, ഞാൻ എങ്ങോട്ടുമില്ല എന്ന് പറഞ്ഞു നടന്നു. അവർ ഒന്നും മിണ്ടാതെ എന്തോ ആലോചിച്ചുകൊണ്ട് നിന്ന ശേഷം ഒരു നെടുവീർപ്പോടെ പറഞ്ഞു, ഓൻ വരില്ല. എങ്ങനെയാവും വരിക? പിറ്റേന്ന് തിരുവാതിരയാണ്. ഈസോപ്പിൻ്റെ പീടികയിൽ പതിവിലധികം തിരക്കുണ്ടായിരുന്നു. 5 ഉറുപ്പിക തൂക്കം മുളക് വേണം. അത് വാങ്ങാമെന്ന് വെച്ചാണ് മനക്കിലെ പണി കഴിഞ്ഞ് ശങ്കരൻ നായർ നിരത്തിലേക്ക് ഇറങ്ങിയത്. വാപ്പുവിൻ്റെ പീടികയിൽ കച്ചവടം മോശമാണ്. അതുകൊണ്ട് പഴയ സാധനങ്ങളായിരിക്കും ഉണ്ടാവുക. ഈസോപ്പിൻ്റെ പീടികയിൽ നിന്നേ വല്ലതും വാങ്ങാറുള്ളൂ. തിണ്ണയിൽ ജോലിയില്ലാത്തവരായ പതിവുകാർ എല്ലാവരുമുണ്ട്. തുന്നൽക്കാരൻ്റെ ചുറ്റുമായി 3-4 കുട്ടികൾ ഇരിക്കുന്നുണ്ട്. മുളയങ്കാവിലെ പൂരത്തെ പറ്റിയാണ് അവിടെ സംസാരിച്ചിരുന്നത്. കഴിഞ്ഞ കൊല്ലം മുളയങ്കാവിൽ പോയി പൂരം കണ്ടുവന്ന ഒരാളുണ്ട് കൂട്ടത്തിൽ, വേലപ്പൻ. വേലപ്പൻ പൂരത്തിൻ്റെ വിശേഷങ്ങൾ വിവരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുകയാണ് രാവുണ്ണിയും അസൻകുട്ടിയും. പാലത്തിങ്ങൽ കുഞ്ഞുവും ഊക്കൻ ബാപ്പുട്ടിയും തമ്മിൽ ഇലക്കച്ചവടത്തിൻ്റെ കണക്കുകൾ പറയുകയാണ്. ശങ്കരൻ നായർ കടന്നു ചെന്നപ്പോൾ മുളയങ്കാവിലെ പൂരത്തിൻ്റെ ബഹളം ഒന്ന് നിന്നു. രാവുണ്ണി ചോദിച്ചു, തിരുവാതിര എവിടെ എത്തി ശങ്കരൻ നായരെ? നമുക്കൊക്കെ എന്ത് തിരുവാതിര? അയാൾ തിരക്കിലൂടെ തിക്കിക്കടന്ന് 5 ഉറുപ്പിക തൂക്കം മുളകിന് വിളിച്ചു പറഞ്ഞു. എന്താ ശങ്കരൻ നായരെ കോൾ ഇത്ര മോശം? മുസലിയാർ ചോദിച്ചു. അത്രയ്ക്ക് മതിയെന്നേ. വേലപ്പനും രാവുണ്ണിയും അസൻകുട്ടിയും അതിലിടയ്ക്ക് കണ്ണുകൾ കൊണ്ടൊന്ന് സംസാരിച്ചു. അസൻ കുറ്റിബീഡി കത്തിച്ച് ഈസൂപ്പിൻ്റെ മേശപ്പുറത്തേക്ക് തീപ്പെട്ടി എറിഞ്ഞുകൊടുത്ത് ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, ശങ്കരൻ നായർക്ക് ഇപ്പോൾ ഒത്തിരി ചിലവൊക്കെ ഉള്ള കാലല്ലേ? അതെന്താടോ? ഈസൂപ്പ് ചോദിച്ചു. അയാളോടെന്നെ ചോദിച്ചു നോക്കീൻ. അനക്ക് ഭ്രാന്താ ഉണ്ടെങ്കിൽ നായർ എന്നോട് പറയും. പുത്തൻ തിരുവാതിരയുടെ കോളങ്ങൊന്നുമില്ല ആയാൽ പോരെ ശങ്കരൻ നായരെ. ശങ്കരൻ നായർക്ക് കാൽ വിരൽത്തുമ്പിൽ നിന്ന് ഒരു വിറ കയറി വന്നു. ഒന്നും മിണ്ടിയില്ല. മുസ്ലിയാർ മുളക് പൊതിഞ്ഞിട്ടില്ല. ഇലക്കച്ചവടത്തെപ്പറ്റി സംസാരിച്ചിരുന്ന ഊക്കൻ ബാപ്പുട്ടിയും ഈ സംഭാഷണത്തിലേക്ക് കടന്നു. എന്താ ഈസുപ്പുക്ക, ശങ്കരൻ നായർക്ക് പുതിയ കോള് വല്ലതും ഉണ്ടോ? നിക്കറിഞ്ഞൂടാ, രാവുണ്ണിയോട് ചോദിക്കേ, ഓന് നിശ്ചയുണ്ടാവും. എന്താന്ന് നായരെ നമ്മളോടൊന്നും പറയാത്ത? ശങ്കരൻ നായരുടെ ക്ഷമയുടെ വരമ്പുകൾ പൊട്ടുകയായിരുന്നു. പതിഞ്ഞ സ്വരത്തിൽ ഊക്കൻ ബാപ്പുട്ടി പറഞ്ഞു, സംഗതി മോശല്യ നായരെ, അമ്മുക്കുട്ടി ഇപ്പോഴും ഒരു മുതലാ. തൂണിൽ പിടിച്ചുകൊണ്ട് പാതി കണ്ണു ചിമ്മി ഒരു നനഞ്ഞ കോഴിയെപ്പോലെ നിന്നിരുന്ന ശങ്കരൻ നായർ തിരിഞ്ഞ് തിണ്ണയിൽ ചുണ്ട് കൂർപ്പിച്ച് ബീഡി മുത്തിക്കൊണ്ട് കള്ളച്ചിരിയോടെ ഇരിക്കുന്ന ബാപ്പുട്ടിയുടെ ചെകിടത്ത് ആഞ്ഞൊന്നടിച്ചു. ആളുകളുടെ സംസാരവും ചിരിയും പെട്ടെന്ന് നിലച്ചു. അടി വീണത് അത്ര പെട്ടെന്നായിരുന്നു. അന്തരീക്ഷം ഒരു നിമിഷം കൊണ്ട് വെറുങ്ങലിച്ചുപോയി. സാമാനം വാങ്ങാൻ വന്നവർ അരികിലേക്ക് ഒതുങ്ങി നിന്നു. ആളുകൾ ബാപ്പുട്ടിയുടെ നേരെ ഉത്കണ്ഠയോടെ നോക്കി. അവൻ്റെ കണ്ണിൽ തീയുണ്ട്. അവൻ എന്തും ചെയ്യാൻ മടിക്കാത്തവനാണ്. 3 ക്രിമിനൽ കേസുകളിൽ പ്രതിയായിരുന്നു. ജയിലിലെ ഒരിക്കൽ പോയിട്ടുള്ളൂ എങ്കിലും കണ്ണൂർ ജയില് ആണുങ്ങൾക്കാണ് എന്ന് വിശ്വസിക്കുന്നു.
അവൻ ചാടി എഴുന്നേറ്റ് നോക്കുമ്പോൾ അരപ്പട്ടയിൽ തിരികെ വെച്ചിരുന്ന കത്തി കയ്യിലുണ്ട്. ചതിക്കില്ല വാപ്പുട്ടിയെ, ഈസൂപ്പ് നെഞ്ചിൽ കൈവച്ച് നിലവിളിച്ചു. പക്ഷേ ശങ്കരൻ നായർ കത്തി തിളങ്ങുന്ന ആ കൈ കണ്ടിട്ടും അനങ്ങാതെ നിൽക്കുകയായിരുന്നു. കത്തി പിടിച്ച കൈ പെട്ടെന്നുയർന്നപ്പോൾ ഉരുണ്ട രോമം നിറഞ്ഞ ഒരു പരിക്കൻ കൈ വന്ന് പൊടുന്നനെ തടഞ്ഞു. നോക്കുമ്പോൾ സെയ്താലിക്കുട്ടിയാണ്. വിടിൻ സെയ്താലിക്കുട്ടിക്ക, മടക്ക് വാപ്പുട്ടി കത്തി. ഇന്നായരുടെ കൊടല് ഞാൻ എടുത്തില്ലെങ്കിൽ എൻ്റെ വാപ്പ ഊക്കൻ ഐത്രുമാനല്ല. ഞാനാ പറഞ്ഞത് കത്തി മടക്കാൻ. അനക്കിൻ്റെ കയ്യിന്ന് കൊള്ളു അല്ലെങ്കിൽ. ബാപ്പുട്ടി മനസ്സില്ലാ മനസ്സോടെ കൈ പിൻവലിച്ചു. കിതച്ചുകൊണ്ട് നിൽക്കുന്ന അവൻ്റെ കയ്യിലെ കത്തി വാങ്ങി മടക്കി അരപ്പട്ടയിൽ തിരികെ കൊടുത്തു. സെയ്താലിക്കുട്ടി പറഞ്ഞു, വാപ്പുട്ടിയെ ഇഞ്ചു കുരുത്തക്കേട് കാണിക്കല്ലേ. അവൻ ചുവന്ന മുഖവുമായി അനങ്ങാതെ നിന്നു. നായർ പൊക്കോളി. വിശേഷിച്ചൊന്നും സംഭവിക്കാത്ത മട്ടിൽ ശങ്കരൻ നായർ ഇറങ്ങിപ്പോന്നു. നിരത്തിലൂടെ നടക്കുമ്പോൾ അയാളുടെ മനസ്സിൽ കടൽനൽ കൂടുകൾ ഇളകി പറക്കുകയായിരുന്നു. നായ്ക്കൾ, അവരെന്നെ ദുഷ്പേര് കേൾപ്പിക്കും. ഓർത്തപ്പോൾ അയാൾക്ക് താൻ തെറ്റുകാരനാണെന്ന് തോന്നി. ഈ കേട്ടത് ഒരപവാദമാണ്. അതിനുത്തരവാദി താനല്ലേ? അവിടെ പോകുന്നതും സംസാരിക്കുന്നതും ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഒന്നും വേണ്ടിയിരുന്നില്ല. ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആരും തുണയില്ലാത്ത ഒരു കുടുംബത്തിന് ചില ചെറിയ സഹായങ്ങൾ ചെയ്തു, അത്രമാത്രം. അതിന് അവരുടെ മേൽ ശങ്കരൻ നായരുടെ ചോര തിളച്ചു. അയാൾ ധൃതിയിൽ നടന്നു. അച്ചുമ്മാൻ്റെ പീടികയുടെ താഴെ എത്തിയപ്പോൾ മുകളിൽ നിന്ന് വിളിച്ചു, ശങ്കരാ. നാശം, അയാൾ പിറുപിറുത്തു. ഇനി അങ്ങോട്ട് കയറാതിരിക്കാൻ നിവർത്തിയില്ല. ഇങ്ങോട്ടൊന്ന് കയറടോ. അച്ചുമ്മാൻ വീണ്ടും വിളിക്കുന്നു. ശങ്കരൻ നായർ അവിടെ കയറി. എന്താ കാര്യസ്ഥൻ? അയാൾ ഒന്നും മിണ്ടിയില്ല. എന്നാ ഈ മുറുക്കാനൊന്ന് ഇടിച്ചാ. മുറുക്കാനിടിക്കുന്ന ചെറിയ ഉരലും ഉലക്കയും നീക്കി വെച്ചു. ശങ്കരൻ നായർ ലോകത്തോട് മുഴുവൻ ദേഷ്യം വെച്ചുകൊണ്ട് മുറുക്കാനിടിച്ചു. എടോ, ഒരല് പൊളിക്കണ്ട. ശങ്കരൻ നായർ അത് കേട്ടില്ലെന്ന് ഭാവിച്ചു. ഇടിച്ച മുറുക്കാൻ ചുരണ്ടിയെടുത്ത് അച്ചുമ്മാൻ്റെ കയ്യിൽ വെച്ചു കൊടുത്തു. എന്തൊക്കെയാടോ നാട്ടുവർത്തമാനം? പല്ലില്ലാത്ത വായിൽ മുറുക്കാനിട്ട് ചവച്ചുകൊണ്ട് അച്ചുമ്മാൻ ചോദിച്ചു. ഒന്നുമില്ല. മനക്കിലെ സ്ഥിതി എന്തൊക്കെയാ? മോശമില്ല. എടോ, നിന്റെ കായ്ക്കറിയൊക്കെ പൊട്ടിച്ചുവോ? പൊട്ടിക്കാറായിട്ടില്ല. അച്ചുമ്മാൻ നെഞ്ചു തടവി പാളവിശറി കൊണ്ട് വീശി കസേരയിൽ ചാഞ്ഞു കിടന്നു. പുത്തമ്പറമ്പിലെ കാര്യമൊക്കെ നീയാ അന്വേഷിക്കണമെന്ന് കേട്ടല്ലോ ശങ്കര. ശരിയാ? ശങ്കരൻ നായർ നാക്കറ്റ പോലെ നിന്നുപോയി. എന്താടോ? അയാൾ ഒന്ന് മൂളി. ഒരു പരിഹാസ ചിരിയോടെ അച്ചുമ്മാൻ വീണ്ടും ചോദിച്ചു, ഇത് എന്ന് മുതൽക്കേ? അച്ചുമ്മാനായിപ്പോയി. ശങ്കരൻ നായർ അരിശമടക്കിക്കൊണ്ട് പറഞ്ഞു, കുറച്ച് ദിവസമായി. തെറ്റില്ല, അതൊക്കെ വേണ്ടത് തന്നെയാ. ആ പെണ്ണിന് ആണും തൂണുമില്ല. ജനാലയുടെ അഴിക്കേടിലൂടെ ഒച്ചയോടെ പാറ്റിത്തുപ്പി അച്ചുമ്മാൻ തുടർന്നു. പക്ഷേ ചീത്തപ്പേര് കേൾപ്പിക്കരുത്. 4 ആളെ വിളിച്ച് നിനക്ക് മര്യാദയ്ക്ക് എന്നെ ചെന്ന് ഇറക്കിപ്പോന്നൂടെ? ശങ്കരൻ നായരുടെ നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞു. എന്താണ് അച്ചുമ്മാമൻ പറയുന്നത്? നിനക്ക് 10-42 വയസ്സായില്ലേ? ഒരു സംബന്ധമൊക്കെ ആയോണ്ട് തെറ്റൊന്നുമില്ല. ശങ്കരൻ നായർക്ക് അവിടെ ഇനി നിൽക്കാൻ വയ്യെന്ന് തോന്നി. ഇത്തിരി തേവാനുണ്ട്, ഞാൻ പിന്നെ കണ്ടോളാം എന്ന് പറഞ്ഞ് അയാൾ മറുപടി കാക്കാതെ വേഗം ഇറങ്ങിപ്പോന്നു. അന്നു രാത്രിയിൽ അയാൾ ഉറങ്ങിയില്ല. ഇല്ലത്ത് വെച്ച് പാറുക്കുട്ടിയെ കാണുമ്പോൾ മുഖത്ത് നോക്കാൻ ഒരു മടി. ആളുകൾ പറയുന്നത് അവളുടെ ചെവിയിൽ എത്തിയിട്ടുണ്ടോ? ആളുകൾക്ക് പറയാൻ അത്രയൊക്കെ മതി. അയാൾ ഇടയ്ക്കിടെ പോകുന്നുണ്ട്, സംസാരിച്ചിരിക്കുന്നുണ്ട്. പാറുക്കുട്ടി എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ആലോചിക്കുന്നത് അയാളോട് മാത്രമാണ്. അപ്പുണ്ണിയെ ചേർക്കാൻ കൊണ്ടുപോയത് അയാളാണ്. വേലി കെട്ടിച്ചതും അവന് ഫീസ് കൊടുക്കാൻ പണം തികയാതെ വന്നപ്പോൾ പണം ഉണ്ടാക്കി കൊടുത്തതും അയാളാണ്. അപ്പോൾ ആളുകൾക്ക് പറയാം. ആലോചിക്കുമ്പോൾ ചോദിക്കാൻ തോന്നുകയാണ്, അതിലെന്താണ് തെറ്റ്? അവരെ സഹായിക്കാൻ ആരുമില്ല. കഴിയുന്നത് ഞാൻ ചെയ്യുന്നു. ദൈവത്തിൻ്റെ മുമ്പിൽ അതൊരു തെറ്റുമില്ല. ആളുകൾ പറയട്ടെ, അയാൾക്ക് പുല്ലാണ്, ചിലയ്ക്കുന്ന പട്ടികൾ. അയാൾ ഒരാണാണ്. ഇവരുടെ ആരുടെയും ഔദാര്യം പറ്റാതെയാണ് ഇത്രനാൾ ജീവിച്ചത്. അവരെ അപവാദം കേൾപ്പിക്കാൻ അനുവദിക്കുകയില്ല. വേണ്ടി വന്നാൽ, അയാൾ സ്വയം പറഞ്ഞു. തെങ്ങും പൊറ്റയിൽ ശങ്കരൻ നേരും നെറിയും കെട്ടവനല്ല. ഒരു തീരുമാനത്തിലെത്തിയ ശേഷമാണ് അയാൾ പുത്തൻ പറമ്പിലേക്ക് നടന്നത്. എല്ലാവരും കാണട്ടെ എന്ന ധീരതയോടെ അയാൾ ആ പടി കയറി. അസ്തമിച്ചു കഴിഞ്ഞെങ്കിലും ഇരുട്ടിയിട്ടില്ല. മുറ്റത്തെത്തിയപ്പോൾ വാതിൽ തുറന്ന് പാറുക്കുട്ടിയമ്മ സന്ധ്യാദീപവുമായി ഉമ്മറത്തേക്ക് വരുന്നു. ദീപം, ദീപം. ആ കൊച്ചു നിലവിളക്കിൻ്റെ നേർത്ത പ്രകാശം അവരുടെ മുഖത്ത് വീഴുന്നുണ്ട്. ഇല്ലത്തെ ഉരൽപ്പുരയിലും പരിസരത്തിലും കാണുന്ന ദാസിപ്പെണ്ണാണെന്നത് വിശ്വസിക്കാൻ വയ്യ.
കുളിച്ച് ഈറൻമുടി പിന്നിൽ പരത്തിയിട്ടിരിക്കുന്നു. നെറ്റിയിൽ ഭസ്മം തൊട്ടത് തെളിഞ്ഞു കാണാം. നേർത്ത പ്രകാശം വീഴുന്ന ആ മുഖത്ത് വേദനിപ്പിക്കുന്ന എന്തോ ഒന്നുണ്ട്. ഉമ്മറത്തേക്ക് അയാൾ കയറുമ്പോൾ വീണ്ടും ഒരു അപരാധബോധം അയാളെ വിഷമിപ്പിച്ചു. എങ്കിലും ധൈര്യം അവലംബിച്ച് എന്തെങ്കിലും ഒന്ന് ചോദിക്കണ്ടേ എന്നോർത്ത് ചോദിച്ചു. വിളക്ക് കൊളുത്തി കാട്ടേണ്ട നേരൊക്കെയായോ? പാറുക്കുട്ടി ഇടത്തെ കൈയിലേക്ക് കൊച്ചു നിലവിളക്ക് മാറ്റിപ്പിടിച്ച് വലത്തെ കൈയിൻ്റെ ചൂണ്ടുവിരൽ കൊണ്ട് തിരി നീട്ടിക്കൊണ്ട് പറഞ്ഞു. ആയിച്ചിട്ടേ, ശങ്കരൻ നായർ ഇപ്പോൾ പോന്നുള്ളൂ? ഇല്ലത്തുനിന്ന് ഉച്ചയ്ക്ക് പോന്നു. 2 കൊട്ട തേവ ഉണ്ടായിരുന്നു. ത്ലാൻ ഒഴിഞ്ഞു കിട്ടണ്ടേ? അയാൾ തിണ്ണയിലിരുന്നത് കൊണ്ട് ചോദിച്ചു. അപ്പുണ്ണി എവിടെയേ? ഓൻ കുളിക്കാൻ പോയിരിക്കുക. അവരുടെ സംഭാഷണം അവിടെ നിലച്ചു. നിലവിളക്ക് താഴെ വെച്ച് പാറുക്കുട്ടി വാതിലിനടുത്തായി ചുമരും ചാരി നിന്നു. അയാളുടെ മനസ്സിൽ ഒരു ചുഴലിക്കാറ്റ് പോലെ വാക്കുകൾ വട്ടം ചുറ്റുകയായിരുന്നു. പറയണം, പറയണം. പടി കയറുമ്പോൾ തൊണ്ട നിറച്ചും ധീരതയുടെ വാക്കുകൾ ഉണ്ടായിരുന്നു. എല്ലാം തടഞ്ഞു നിൽക്കുന്ന പോലെ. വളരെ പ്രയാസപ്പെട്ട് അയാൾ മുഖമുയർത്താതെ വിളിച്ചു. പാറൂട്ടിയമ്മേ. അവൾ മുഖമുയർത്തി. ഞാനിവിടെ വരണതിന് ആളോൾ അതും പറയുന്നുണ്ട്. വളരെ ശാന്തമായി പാറുക്കുട്ടി പറഞ്ഞു. ആളോൾക്ക് എന്താ പറയാൻ വയ്യാത്തത്? അയാൾക്കൊരു ധൈര്യം കിട്ടി. ഞാൻ കാരണം നിങ്ങൾക്കൊരു ദുഷ്പേരുണ്ടാവണമെന്ന് എനിക്കൊട്ടുമില്ല. പാറുക്കുട്ടി അമ്പരപ്പോടെ അയാളെ നോക്കി. എന്നിട്ട് പറഞ്ഞു. നിങ്ങളെ എനിക്കൊരു സഹായമുള്ളൂ. ശങ്കരൻ നായർക്ക് കുറെ കൂടി ആത്മവിശ്വാസം വന്നു. പാറൂട്ടമ്മേ, ഒന്നും വിചാരിക്കരുത്. ഒരു സംഗതി ചോദിക്കാനാണ് ഞാൻ വന്നത്. എന്താ ശങ്കരൻ നായരെ? നിങ്ങൾക്ക് സഹായത്തിന് ആരുമില്ല. ഞാൻ ഒറ്റാന്തടിയായി കാലമായി കഴിയണു. പാറൂട്ടിയമ്മയ്ക്ക് വിരോധമില്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു ബന്ധം ഇല്ല ശങ്കരൻ നായരെ. വ്യക്തമായ സ്വരത്തിൽ പാറുക്കുട്ടി പറഞ്ഞു. ശങ്കരൻ നായർക്ക് തല ഉയർത്താൻ ധൈര്യമുണ്ടായില്ല. എൻ്റെ ആ യോഗമൊക്കെ കഴിഞ്ഞു. ഇനി അങ്ങനെ ഒരു കാര്യത്തിന് ഞാൻ വിചാരിച്ചിട്ടില്ല. ഒന്നും വിചാരിക്കരുത്. അയാൾ നിശബ്ദമിരുന്നു. ആകെ മനസ്സ് പുകയുകയായിരുന്നു. അപ്പോൾ ചവിട്ടുകല്ലെ ശബ്ദിച്ചു. അയാൾ മുറ്റത്തേക്ക് നോക്കി. അപ്പുണ്ണി. അവൻ ഇരുവശവും നോക്കാതെ നേരെ അകത്തേക്ക് പോയി. അയാൾ എഴുന്നേറ്റു. പാറൂട്ടമ്മേ, ഞാൻ പറഞ്ഞത് മറന്നേക്കൂ. തെറ്റ് എൻ്റെ തന്നെയാണ്. പാറുക്കുട്ടി മുഖം കുനിച്ചു നിൽക്കുകയായിരുന്നു. പാറൂട്ടിയമ്മേ, ഒന്നും വിചാരിക്കരുത്. എപ്പോഴും എന്നെക്കൊണ്ട് കഴിയുന്ന സഹായം നിങ്ങൾക്കുണ്ടാവും. അത് മറന്നേക്കൂ. പാറുക്കുട്ടിയുടെ കണ്ണുകളിൽ നനവുണ്ടായിരുന്നു. അയാൾ പതുക്കെ ഇറങ്ങിപ്പോയി. അപ്പുണ്ണി അകത്ത് ചിമ്മിനിയുടെ വെളിച്ചത്തിൽ പാഠം വായിക്കാൻ തുടങ്ങി. പുസ്തകത്തിൽ കണ്ണുകൾ ഉറപ്പിച്ച് നിലത്ത് കമിഴ്ന്നു കിടക്കുന്ന അപ്പുണ്ണിയെ ഇമ വെട്ടാതെ നോക്കിക്കൊണ്ട് പാറുക്കുട്ടി വാതിൽ പിടിച്ചു നിന്നു. അവൻ വളരുകയാണ്. 15 വയസ്സായ ഒരു കുട്ടിയേക്കാളും വളർച്ചയുണ്ട് അവൻ്റെ ശരീരത്തിന്. പക്ഷേ അവൻ വളരുന്നതോടെ അകലുകയാണോ? പണ്ടത്തെ പോലെ അധികം സംസാരിക്കാറില്ല. ചോദിച്ചതിന് മാത്രമേ ഉത്തരം പറയൂ. സ്കൂൾ വിട്ടു വന്നാൽ അധിക സമയം വീട്ടിലിരിക്കില്ല. തൊടിയിലും ചുറ്റുപാടുമായി നടക്കും. മൂത്താച്ചിയുടെ കൊട്ടിലിൽ പോയിരിക്കും. അവൻ നടക്കുന്നത് കാണുമ്പോൾ ഈ ലോകത്തിലൊന്നുമല്ല മനസ്സെന്ന് തോന്നും. എളുപ്പത്തിൽ അവന് ചുണ്ടി പിടിക്കുന്നു. അവൻ മാറുകയാണോ? അത് ഓർക്കുമ്പോൾ ഹൃദയം നുറുങ്ങുന്നു. മറ്റെന്തും സഹിക്കാം. അവനിങ്ങനെ നാളുകൾ ചെല്ലുന്തോറും അകന്നകന്ന് പോവുകയെന്നത്. ഉണ്ണാൻ വിളിക്കുന്നത് വരെ വായിക്കും. ഊണ് കഴിഞ്ഞാൽ പിന്നെയും വായിക്കും. ഉറക്കം വന്നാൽ വിളക്ക് ഊതിക്കിടക്കും. ഒന്നും പറയാനില്ലേ അവന്? എന്താ അപ്പുണ്ണി ആലോചിക്കണ? ഒന്നുമില്ല. എന്താ വല്ലാണ്ടിരിക്കണ? ഒന്നുമില്ല. ഒന്നുമില്ലെന്ന ഉത്തരമേ കേൾക്കാറുള്ളൂ. അത് ആവർത്തിച്ച് കേൾക്കുന്തോറും അവളുടെ പരിഭ്രമം വർദ്ധിക്കുകയാണ്. ഭഗവതി, അവന് നല്ലത് വരുത്തണേ. ഉദ്ദേശമൊന്നുമില്ലാതെ നടന്ന് അപ്പുണ്ണി എത്തിയത് പുഴവക്കത്താണ്. അവിടെ പുഴ വളഞ്ഞൊഴുകുകയാണ്. ആ തിരിവിൽ വേനൽക്കാലത്തും ആഴമുണ്ടാവും. പുഴ ഒരു നീർച്ചാല് പോലെ ശോഷിച്ചിരിക്കുകയാണിപ്പോൾ. തിരിവിലെ അയ്യപ്പൻ കയത്തിന് ചുറ്റുമായി മാത്രം ശാന്തമായ ജലപ്പരപ്പ് ഓളം തല്ലിക്കൊണ്ടിളകുന്നു. അപ്പുണ്ണി ഒരു ഉയർന്ന തിണ്ടിൽ കയറിയിരുന്നു. കയത്തിൻ്റെ ശാന്തത പേടിപ്പെടുത്തുന്നതായിരുന്നു. ചെറിയ ഓളങ്ങൾ ഓരോന്നായി തീരത്തേക്ക് അടുക്കുന്നു. മുട്ടിത്തകരുന്നു. ഒഴിവ് ദിവസമാണന്ന്. പക്ഷേ വീട്ടിലിരിക്കാൻ മനസ്സ് തോന്നുന്നില്ല. കളിക്കാനാണെങ്കിൽ കൂട്ടുകാരില്ല. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്നു. എത്തിയത് ഇവിടെയാണ്. അയ്യപ്പൻ കയത്തിൻ്റെ മുകളിൽ വെള്ളം ചൊഴിയുന്നത് നോക്കിക്കൊണ്ടിരുന്നു. ആ കയത്തിൽ മുങ്ങിയവർ തിരിച്ചു വന്നിട്ടില്ല. കുട്ടിക്കാലത്ത് കേട്ടിട്ടുള്ളത് ആ കയത്തിനടിയിൽ അയ്യപ്പൻ്റെ മാളികയുണ്ടെന്നാണ്. വർഷകാലത്ത് പുഴയിലൂടെ വഞ്ചി കുത്തി പോകുന്നവർ ആ കയത്തിൽ കാശെറിയാറുണ്ട്, ആപത്ത് പറ്റാതിരിക്കാൻ.
കയത്തിനടിയിൽ മാളികയും ദൈവവും ഒന്നും ഉണ്ടാവാൻ തരമില്ല. അതൊക്കെ ചില കഥകളല്ലേ. തലേ ദിവസം കൂടി രാമകൃഷ്ണൻ മാസ്റ്റർ ക്ലാസ്സിൽ പറഞ്ഞത് ഓർമ്മ വന്നു. കല്ലുകുത്തിയിടത്തൊക്കെ ദൈവം. അതിൽ പല ക്ലാസ്സുകാരുമുണ്ട്. ചിലർക്ക് കള്ളും ഇറച്ചിയും മതി, ചിലർക്ക് പാലും പഴവുമാണ് വേണ്ടത്. നമ്മുടെ നാട്ടിലെ സ്ഥിതി അതാണല്ലോ. രാമകൃഷ്ണൻ മാസ്റ്റർ പുതുതായി വന്ന ആളാണ്. നല്ലപോലെ സംസാരിക്കും. ക്ലാസ് ഒരു തരം പ്രസംഗമാണ്. പാഠത്തെ പറ്റിയൊന്നും ആവില്ല ചിലപ്പോൾ പറയുക, എന്നാലും കേട്ടിരിക്കാൻ രസമുണ്ട്. ഒഴിവു ദിവസം കിട്ടുന്നത് ഒരു ശാപമാണെന്ന് അപ്പുണ്ണിക്ക് തോന്നി. പഠിപ്പുള്ള ദിവസങ്ങളിൽ രാവിലെ പോയാൽ വൈകുന്നേരം തിരിച്ചു വന്നാൽ മതി. വീട്ടിലിരിക്കാനാണ് വിഷമം. അമ്മയെ കാണുമ്പോൾ മൂത്താച്ചി പറഞ്ഞ വാക്കുകളാണ് ഓർമ്മ വരിക. അപ്പോൾ അവന് കലി കയറും. മൂത്താച്ചി പറഞ്ഞത് നേരാണെന്ന് അവന് പിന്നെ പിന്നെ ബോധ്യമായിട്ടുണ്ട്. കുളത്തിൽ വെച്ച് ആളുകൾ അവനെ കാണുമ്പോൾ പിറുപിറുക്കുന്നില്ലേ? കാണുന്നവർ പരിഹാസത്തോടു കൂടിയല്ലേ നോക്കുന്നത്? അവന് മനസ്സിലാവുന്നുണ്ട്. അയാൾ എന്തിനാണ് ഇവിടെ വരുന്നത്? സംസാരിച്ചിരിക്കുന്നത് എന്തിനാണ്? ആളുകൾ പറയുന്നത് കേട്ടപ്പോൾ തൊലി ഉരിയുന്നത് പോലെ തോന്നി. അയാൾ അമ്മയെ കല്യാണം കഴിക്കാൻ പോകുന്നുവെന്ന്. ഇന്നലെ സന്ധ്യയ്ക്ക് കുളിക്കാൻ ഇല്ലത്തെ മേൽപ്പുറത്തെ അമ്പലക്കുളത്തിൽ ചെന്നപ്പോൾ ആണുങ്ങളുടെ കടവിൽ നല്ല തിരക്കുണ്ടായിരുന്നു. തൊട്ടടുത്ത് ആനക്കടവാണ്. അതിൽ പടവുകളില്ലാത്തതുകൊണ്ട് ആരും കുളിക്കാറില്ല. അവിടെ ഇറങ്ങി കുളിക്കാൻ തുടങ്ങി. തൊട്ടടുത്താണ് പെണ്ണുങ്ങളുടെ കടവ്. കുളിക്കുന്ന ഒരു സ്ത്രീ ചോദിക്കുന്നത് കേട്ടു, ഏതാ ആ കുട്ടി? അതേ, ആ പാറുക്കുട്ടിയുടെ മകനാ. പിന്നെയും അവർ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഉള്ളു പിടയ്ക്കുകയായിരുന്നു. കേൾക്കണ്ട എന്ന് ആഗ്രഹിച്ചു, പക്ഷേ കേൾക്കേണ്ടി വന്നു. തെങ്ങുംപൊറ്റയിലെ ശങ്കരൻ നായർ അവിടുന്ന് പോകുന്ന സമയമില്ല അത്രേ. മുങ്ങിയതും തോർത്തിയതും ബോധത്തോടു കൂടിയായിരുന്നില്ല. വീട്ടിലേക്ക് കലികൊണ്ട പോലെ നടന്നു. വീട്ടിലെത്തിയപ്പോൾ കാണുന്നത് എന്താണ്? തിണ്ണയിൽ അയാൾ ഇരിക്കുന്നു. അയാൾ തന്നെ, ശങ്കരൻ നായർ. അമ്മയോട് സ്വകാര്യം പറയുന്നു. ആട്ടിയിറക്കാനാണ് തോന്നിയത്. അത് അവൻ്റെ വീടാണ്, അവൻ്റെ അച്ഛൻ്റെ വീടാണ്. താഴത്തേതിൽ കോന്തുണ്ണി നായരുടെ വീടാണ്. അവിടെ കയറി വന്ന് സ്വകാര്യം പറഞ്ഞിരിക്കുന്നു. ആളുകൾ പറയുന്നത് സത്യമാണ്. അയാൾ ഇനിയും ഇവിടെ വരും. അമ്മയുടെ ഭർത്താവും. മേലേക്ക് വെള്ളമുള്ള കരിങ്കൊറയിലൂടെ ചുമലിലെടുത്ത് കൊണ്ടുവന്നതാണ് അച്ഛൻ. എന്നിട്ടും മരിച്ചപ്പോൾ ശങ്കരൻ നായരെ. തീരത്ത് വന്നിടിക്കുന്ന ചെറിയ ഓളങ്ങൾ തകരുന്നത് നോക്കിക്കൊണ്ട് അവൻ ക്ഷീണിച്ചിരുന്നു. ചുഴിയുന്ന കയത്തിൻ്റെ നടുവിലേക്ക് ഒരു കല്ല് വലിച്ചെറിഞ്ഞു. അയാൾ അമ്മയുടെ ഭർത്താവും. അവൻ ആ വീട്ടിൽ ആരുമല്ലാതാവും. അവന് സ്വന്തമായി ഒരിടവുമില്ല. എല്ലാവരും ശത്രുക്കളാണ്. ശങ്കരൻ നായരും ഭാസ്കരനും വലിയ മാമയുമെല്ലാം. അമ്മയും അവരുടെ കൂടെ ചേർന്ന് നിൽക്കുകയാണ്. വടക്കേപ്പാട്ടെ നാലുകെട്ടിൽ വളരേണ്ടതായിരുന്നു. അവിടെ കയറി ചെന്നപ്പോൾ ആട്ടിയിറക്കി. പട്ടിയെ ആട്ടുന്ന പോലെ, പുഴുത്ത പട്ടിയെ. അമ്മ കാരണം തറവാട് നഷ്ടപ്പെട്ടു. ഇനി വീടും നഷ്ടപ്പെടും. നാലുകെട്ടും നടുമുറ്റവുമുള്ള ആ പഴയ തറവാട്ടിൽ ഭാസ്കരനുള്ള പോലെ സ്ഥാനമുണ്ടാകേണ്ടതായിരുന്നു. എന്നിട്ട് പറയാൻ ലജ്ജ തോന്നുന്നു. കൂട്ടുകാരുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കാൻ വയ്യ. ഇല്ലത്തെ നെല്ലുകുത്തുകാരിയുടെ മകൻ. തെങ്ങുംപൊറ്റയിൽ ശങ്കരൻ നായരുടെ ഭാര്യയാണ് അമ്മ. അവൻ ഒരു കല്ലുകൂടി കയത്തിലേക്ക് വലിച്ചെറിഞ്ഞു. പിടഞ്ഞെഴുന്നേറ്റ് പുഴവക്കിലൂടെ ഓർത്തോർത്ത് നടക്കുമ്പോൾ പിന്നിൽ നിന്നൊരു വിളി കേട്ടു. അപ്പുണ്ണിയല്ലേ ഇത്? ശബ്ദം അവന് മനസ്സിലായി. അയാൾ ഒപ്പം എത്തിയിരുന്നു. പകയോടെയാണ് അവൻ ശങ്കരൻ നായരെ നോക്കിയത്. എന്താ പുഴവക്കത്ത്? ഒന്നുമില്ല. വെറുതെ നടക്കാനിറങ്ങിയോ? അവൻ മുമ്പിൽ നടന്നു. ചുമനിൽ തേക്കുകൊട്ട വെച്ച് അയാൾ പിന്നിലും. വഴിക്ക് വീതിയുള്ളിടത്തെത്തിയപ്പോൾ അയാൾ ചുമൽ തൊട്ടുകൊണ്ട് അടുത്തു നടന്നു. മനസ്സ് പുകയുകയായിരുന്നു. നിങ്ങൾ എൻ്റെ ആരുമല്ല. ഞാൻ നിങ്ങളുടെ ആരുമല്ല. ഞാൻ താഴത്തേതിലെ കോന്തുണ്ണി നായരുടെ മകനാണ്. ഞാൻ നിങ്ങളെ വെറുക്കുന്നു. അപ്പുണ്ണിയുടെ നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞു. അവൻ നടത്തം വേഗത്തിലാക്കി. അയാൾ ഒപ്പമുണ്ട്, ഒന്നും മിണ്ടാതെ. അപ്പോളാണ് എതിരെ കള്ളിത്തുണിയും വട്ടക്കഴുത്തുമുള്ള ബനിയനും തലയിൽ കെട്ടുമായി ഊക്കൻ ബാപ്പുട്ടി വന്നത്. അടുത്തെത്തിയപ്പോൾ അവൻ നിന്നു. ശങ്കരൻ നായരും അപ്പുണ്ണിയും നിന്നു. ഊക്കൻ ബാപ്പുട്ടിയുടെ കണ്ണുകൾ ശങ്കരൻ നായരെ ഓർമ്മയുണ്ട് എന്ന മട്ടിൽ ഒന്നൊഴിഞ്ഞു. അച്ഛനും മകനും കൂടെ എവിടേക്കാ എന്നൊരു ചോദ്യവും വലിച്ചെറിഞ്ഞ് അവൻ കടന്നുപോയി. അപ്പുണ്ണി മരിച്ച പോലെ നിന്നു. സംഭ്രമം അടങ്ങിയപ്പോൾ കൊല്ലാനുള്ള പകയോടെ ശങ്കരൻ നായരെ ഒന്ന് നോക്കി. അയാൾ നിലത്തെ പൂഴിയിൽ കണ്ണുകൾ തറഞ്ഞുപോയ പോലെ നിൽക്കുന്നു, അനങ്ങാതെ. ഒരാപത്തിൽ നിന്ന് തൽക്കാലം രക്ഷപ്പെട്ട പോലെ അവൻ നടന്നു. വീട്ടിലെത്തിയപ്പോൾ ആരും കാണാതെ ഒന്ന് കരയാൻ തോന്നി. അകത്തെ മുറിയിൽ മടക്കി വെച്ച കോസടിയുടെ മുഖം അമർത്തിക്കൊണ്ട് അവൻ കിടന്നു. സന്ധ്യയ്ക്ക് അമ്മ വന്ന് വിളിച്ചപ്പോൾ എഴുന്നേറ്റില്ല. ചോറ് വിളമ്പി വെച്ച് പാറുക്കുട്ടി അടുത്തു ചെന്ന് വീണ്ടും വിളിച്ചു. അപ്പുണ്ണിയെ.
തലവേദനിക്കുന്നുണ്ടോ? അതിനും ഉത്തരമില്ല. ചോറ് വിളമ്പിരിക്കണോ അപ്പുണ്ണിയെ? അവൻ മിണ്ടിയില്ല. കുനിഞ്ഞ് പുറത്ത് കൈവച്ചപ്പോൾ അവൻ ചാടി എഴുന്നേറ്റ് ഭ്രാന്തനെ പോലെ പറഞ്ഞു, എന്നെ തൊടരുത്, എന്നെ തൊടരുത്. പാറുക്കുട്ടി നടുങ്ങിപ്പോയി. തൊണ്ട ഇടറിക്കൊണ്ട് അവൾ ചോദിച്ചു, എൻ്റെ മോനെ, നിനക്ക് എന്താ? അപ്പോഴും അവൻ ഉരുവിട്ടുകൊണ്ടിരുന്നു, എന്നെ തൊടരുത്, എന്നെ തൊടരുത്. മകൻ ഉണ്ടില്ല, അമ്മയും ഉണ്ടില്ല. അടുത്തടുത്ത് കിടന്നു. രണ്ടാളും സംസാരിച്ചില്ല. രാത്രിയുടെ തണുത്ത നിശബ്ദതയിൽ പോറലുകൾ പോലെ അമ്മ തേങ്ങിക്കൊണ്ടിരുന്നു. രാവിലെ ഇരുട്ടുമായുന്നതിന് മുമ്പ് അവൻ എഴുന്നേറ്റു. അപ്പോൾ അമ്മ പായിൽ കണ്ണടച്ച് ചെരിഞ്ഞു കിടക്കുകയായിരുന്നു. ഉറങ്ങുകയായിരുന്നില്ല. ധൃതിയിൽ ഷർട്ടെടുത്തിട്ടു. അഴുക്കോലിൽ കിടക്കുന്ന ഷർട്ടും മുണ്ടും ചുരുട്ടി പുസ്തക സഞ്ചിയിൽ കുത്തിത്തിരുകി. വാതിൽ കിടക്കുമ്പോൾ അമ്മ കണ്ണു തുറന്നു. ക്ഷീണത്തോടെ എഴുന്നേറ്റിരുന്ന് തളർന്ന സ്വരത്തിൽ ചോദിച്ചു, ഇത്ര നേരത്തെ എവിടേക്കാ പുണ്ണിയെ? ഞാൻ പോണു. മോനെ. വിളിയായിരുന്നില്ല, ഒരു നേർത്ത തേങ്ങൽ. അവൾ എഴുന്നേറ്റ് നിന്നു. എവിടേക്കാ എൻ്റെ മോനെ? എവിടേക്കെങ്കിലും. എൻ്റെ മോനെ, നീ ഇല്ലാണ്ടൊക്കെ ആരാ? അമ്മയ്ക്ക് ശങ്കരനായരില്ലേ? ഉമ്മറത്തെ വാതിൽ ഉച്ചത്തിൽ വലിച്ചു തുറന്ന് അവൻ മുറ്റത്തേക്ക് ഇറങ്ങി. അപ്പുണ്ണിയെ. തിരിഞ്ഞു നോക്കിയില്ല. വിറയ്ക്കുന്ന ശരീരത്തോടെ അവൻ ധൃതിയിൽ നടന്നു. പിന്നിൽ ആ വിളി നേർത്തു വരികയായിരുന്നു. നരിവാളൻ കുന്നിൻ്റെ ചെരുവിൽ കണ്ണാന്തള്ളി പടർപ്പുകളുടെ നടുവിൽ തുറിച്ചു നിൽക്കുന്ന പാറക്കെട്ടിൻ്റെ മുകളിൽ അവൻ ഇരിക്കുകയാണ്. രാവിലെ വന്നിരിക്കുന്നതാണ്. സ്കൂളിൽ പോകുന്ന വഴിക്കാണെങ്കിൽ കൂട്ടുകാരിൽ ആരെങ്കിലും കാണും. കണ്ടാൽ അവർ നൂറ് കാര്യങ്ങൾ ചോദിച്ചു. ആരും കാണണ്ട, ആരും അന്വേഷിക്കുകയും വേണ്ട. കുന്നിൻ ചെരുവ് വിജനമാണ്. ദൂരെ പുല്ലാനിപ്പടർപ്പിനിടയിൽ വളഞ്ഞ കൊമ്പുള്ള ഒരു പാണ്ടിയാട് മേയുന്നുണ്ട്. അതിനുമകലെ കറുത്ത പുള്ളികൾ പോലെ കാലിക്കൂട്ടങ്ങൾ മേഞ്ഞു നടക്കുന്നു. വെയിലിന് നല്ല ചൂടുണ്ടായിരുന്നു. പുറത്തും മാറത്തും വിയർപ്പൊഴുകുന്നുണ്ട്. ഷർട്ട് വിയർത്ത ശരീരത്തോടെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നു. തലയിൽ ഇല്ലിക്കെട്ടുമായി ഒരു ചെറുമൻ താഴത്തെ ഒറ്റയടി പാതയിലൂടെ നടന്നു വന്നു. ഏതോ ഒരു ചെറുമനാണ്. എങ്കിലും അവൻ അന്വേഷിച്ചു. എന്താ ചെറിയമ്പ്ര അവിടെ ഇരിക്കണ? ഒന്നുമില്ല. ദൂരെ നിന്ന് ആരെല്ലാമോ നടന്നു വരുന്നത് കണ്ടപ്പോൾ അപ്പുണ്ണി എഴുന്നേറ്റു. പടിഞ്ഞാട്ടുള്ള വഴിയിലേക്ക് നടന്നു. പതുപതുന്ന പുല്ല് വളരുന്ന മേച്ചിൽ സ്ഥലങ്ങളാണ്. കാലിക്കൂട്ടങ്ങളും കന്നാലി പിള്ളേരുമുണ്ട്. എവിടേക്കാണ് നടക്കുന്നതെന്ന് ആലോചിച്ചില്ല. ചാണകം പെറുക്കുന്ന കൂമ്പാരത്തിങ്കൾ അവൻ കടന്നു നോക്കുമ്പോൾ കലപിലയുള്ള സംസാരം നിർത്തി നോക്കി. വഴിക്ക് ഒറ്റപ്പെട്ടു നിൽക്കുന്ന നാവൽപ്പരത്തിൻ്റെ തണലിലെത്തിയപ്പോൾ വല്ലാതെ തളർച്ച തോന്നി. അവിടെ ഇരിക്കാം. ദൂരെ വളഞ്ഞു കിടക്കുന്ന വഴിയിലൂടെ കറുത്ത ഒരു ശീലക്കുട നടന്നെടുക്കുന്നത് അവൻ കണ്ടില്ല. അടുത്തെത്തിയപ്പോൾ അവൻ മുഖമുയർത്തി നോക്കാനും പോയില്ല. ആരായാലും എന്തു വേണം? അയാൾ അവനെ കടന്ന് രണ്ടടി വെച്ച് പെട്ടെന്ന് തിരിഞ്ഞു നടന്നു. നായരുട്ടിയല്ലേ ഇത്? നോക്കിയപ്പോൾ സെയ്താലിക്കുട്ടി. അവൻ തളർന്ന കണ്ണുകളോടെ അയാളുടെ മുഖത്ത് ഒരിക്കൽ കൂടി നോക്കി. അപ്പുണ്ണി ആലോചിക്കുകയായിരുന്നു. മുമ്പ് തറവാട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് താന്നിക്കുന്നിൻ്റെ ചെരുവിലിരുന്നപ്പോഴും അയാൾ വന്നു. എന്താ ഇവിടെ ഇരിക്കണ? നിറഞ്ഞു നിൽക്കുകയായിരുന്നു മനസ്സ്. കരയരുതെന്നുറപ്പിച്ചിട്ടും കണ്ണീർ പൊട്ടി. എന്തിനാ നായരുട്ടി കരയണ്? അവൻ മിണ്ടിയില്ല. എന്താ ഈ ബൈക്ക്? ഒന്നുമില്ല. സ്കൂളിൽ പോയില്ലേ? ആളും മനസ്സുമില്ലാത്ത ഈ കുന്നുംപുറത്ത് വന്നിരിക്കണത്. അതിന് മറുപടിയില്ല. സെയ്താലിക്കുട്ടി കുടമടക്കി കക്ഷത്തെ പാളപ്പൊതി താഴെ വെച്ച് അടുത്തിരുന്നു. എവിടേക്കാ പറയും? എവിടേക്കെങ്കിലും. അങ്ങനെ പോയാൽ പറ്റുമോ? പോരി, ഞാൻ കടവത്ത് വരെ പോരാം. ഞാൻ ഇല്ല. സെയ്താലിക്കുട്ടി അടവൊന്നു മാറ്റി. എന്നാ എവിടേക്കാ പോണ്ടച്ച പറഞ്ഞോളേയും, ഞാൻ പോരും. അല്ലെങ്കിൽ എൻ്റെ കുടിയിലേക്ക് പോവാ. വിരുന്ന്. അടഞ്ഞു കിടന്നിരുന്ന ഒരു കനത്ത വാതിൽ വെട്ടി തുറന്ന പോലെ തോന്നി. ഇറച്ചിയും പത്തിരിയുമുള്ള വിരുന്ന്. മാംസത്തിന് കരുകരുപ്പ് തോന്നുമ്പോൾ ഇത് മുത്തിയാടിൻ്റെ ഇറച്ചിയായിട്ടാണ്. വെളുത്ത പാഷാണമാണ്, വെളുത്ത പാഷാണം. ഞാൻ എങ്ങോട്ടുമില്ല. സെയ്താലിക്കുട്ടി കുറേ നേരം മിണ്ടാതിരുന്നു. എപ്പോൾ പോന്നതാ കുടിയിന്ന്? രാവിലെ. സർക്കിട്ട് കഴിഞ്ഞ് നീ എപ്പോഴാ പോണ? ഇനി പോവില്ല. അതെൻ്റെ വീടല്ല. സെയ്താലിക്കുട്ടി പലതും പറഞ്ഞു നോക്കി. അമ്മ വല്ലതും പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ അടിച്ചിട്ടുണ്ടാവും. അതൊക്കെ സാധാരണയാണ്. അപ്പുണ്ണി എല്ലാം നിശബ്ദം കേട്ടു. പാവം ആ അമ്മക്കുട്ടിക്ക് നിങ്ങളെന്നല്ലേ ഉള്ളൂ. അമ്മയ്ക്ക് ഞാൻ പോയാൽ തന്നെ ഒന്നുമില്ല. അമ്മയ്ക്ക് വേണ്ട ആൾ വേറെ ഉണ്ട്. സെയ്താലിക്കുട്ടി അത്ഭുതത്തോടെ അവനെ നോക്കി. എന്താണ് പറയേണ്ടതെന്നറിയാതെ നിലത്ത് വരച്ചും കുറിച്ചും ഇരുന്നു. അവസാനം അയാൾ എഴുന്നേറ്റു. ഉസറുള്ള അച്ഛൻ്റെ മോൻ തന്നെയാ.
അതുകൊണ്ടൊന്നും ബേജാറാവാണ്ടിരിക്കുകയും നോക്കി അമ്മോട് പിണങ്ങിയ കുന്നുംപുറത്ത് കുത്തിരിക്കുക ചെയ്യണ്ട്. എവിടെയാണ് ഞാൻ പോകേണ്ടത് എന്ന ചോദ്യമായിരുന്നു അപ്പുണ്ണിയുടെ നോട്ടത്തിൽ. ഞാനൊരു കാര്യം പറയാം, 2 ദിവസം ഒരുത്തിടിൽ നീക്കി, അപ്പോൾ ദേഷ്യമൊക്കെ മാറും. പിന്നെ അമ്മയുടെ അടുത്ത് പൊക്കോളി. അപ്പുണ്ണിയുടെ അരിശം സെയ്താലിക്കുട്ടിയുടെ നേരെയായി. അതിന് ഞാൻ എവിടെ പോവാനാ? വടക്കേപ്പാട്ട് പോയി നിൽക്കി, അത് നിങ്ങളുടെ വീടല്ലേ? വടക്കേപ്പാട്ട് അവിടെ നിന്നാണ് ആട്ടി ഇറക്കിയത്. അവിടെ നിങ്ങൾക്കൊരു അവകാശം ഉള്ളതല്ലേ? ഉസറും ചുണിയും വേണം. പോവാൻ പറഞ്ഞാൽ പോവില്ല എന്ന് പറയും. വളപ്പകത്ത് കണ്ടാൽ തച്ച് കാലുടിക്കുന്ന അതാ ഒന്ന് കാണണ്ട്. കോടതിയും വക്കീലും ഈ രാജ്യത്ത് പിന്നെ എന്തിനാ കുട്ടിയെ? സെയ്താലിക്കുട്ടി ഇത്തിരി നാട് കണ്ടവനാ. അപ്പുണ്ണി ഒന്നും മിണ്ടാതിരുന്നു. ഇവിടെ തന്നെ കുത്തിയിരുന്നാൽ പറ്റൂലല്ലോ. ഒന്നെങ്കിൽ നിങ്ങൾ കുടിയിൽ പോയി, അല്ലെങ്കിൽ വടക്കേപ്പാട്ടേക്ക് പോയി. രണ്ടാലൊന്നായിട്ടേ സെയ്താലിക്കുട്ടി വിടുള്ളൂ. അപ്പുണ്ണി ചുവന്നുപോയ മുഖം തുടച്ച് എഴുന്നേറ്റ് നിന്നു. ഞാൻ പോണു. എവിടേക്ക്? ഉറച്ച നിശ്ചയത്തോടെ അവൻ പറഞ്ഞു. തറവാട്ടിലേക്ക്.